ഒരു മണിക്കൂറിലേറെ നേരം നിശ്ചലനായി വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തിരൂർ തൃപ്രങ്ങോട് ബീരാഞ്ചിറയിലെ ആലുങ്ങൽ മുഹമ്മദ് അനീൻ. തൃപ്രങ്ങോട് ബീരാഞ്ചിറയിലെ ആലുങ്ങൽ അബ്ദുൽ ഹക്കീമും മാതാവ് ചേന്നര പെരുന്തുരുത്തിയിലെ തൂമ്പിൽ മുബീനയും ചേർന്ന് തിരുനാവായിലെ കോളോഫിൽ അവധിക്കാല വിനോദത്തിന്റെ ഭാഗമായാണ് ഹനീനെ നീന്തൽ പഠിക്കാൻ ചേർത്തത്. വെറും നീന്തൽ പഠനം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. എന്നാൽ പരിശീലകൻ താനൂർ സ്വദേശി NB നിസാർ അഹമ്മദ് ഹനീനിന്റെ കഴിവ് കണ്ടെത്തുകയായിരുന്നു. ജോയിൻ ചെയ്ത ആളാണ്. പക്ഷേ സിനിമയുടെ സമയത്ത് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഫ്ലോട്ടിങ് ആവുമല്ലോ. പിന്നെ ഇവനക്കൊരു അനിയൻകുട്ടിയുണ്ട്. അപ്പോൾ അവനാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ് ഇവിടെ അഡ്വാൻസ് ഇൻ്റർമീഡിയറ്റ് ലെവൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാരൻസിനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ തരുമെന്ന് ചോദിച്ചു ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ. അങ്ങനെ അവൻ വന്നപ്പോൾ ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് അവൻ്റെ കൂടെ വന്നു. അപ്പോൾ സിമ്മിന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സ് ശരിയല്ല. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ചെയ്യിപ്പിച്ചു. കാരണം ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇതൊന്നും ഇങ്ങനെ എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഒരു ലെവലിലേക്ക് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർ പാരൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ബുക്ക് റെക്കോർഡൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു അവരെ പാരൻസ് എല്ലാവരും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അവരോട് പറഞ്ഞ് 5:30 കൂടെ എത്താൻ പറഞ്ഞു, 7 o'clock വരെ. അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ 1 minute ആയിരുന്നു, പിന്നെ 2 minute ആയി. അങ്ങനെ ഓരോ മോഡൽ ചെയ്യിപ്പിച്ചപ്പോൾ സെറ്റായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ ചേഞ്ച് ചെയ്ത് യോഗേൻ്റെ ഓരോ പൊസിഷൻസ് പഠിച്ചു. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ ആൾ ഉഷാറായി. റെക്കോർഡ് നേട്ടം എന്താ? റെക്കോർഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡാണ്. അതിലിപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു കുട്ടീൻ്റെ പേരിൽ 10 minute ആയിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളത് 1 hour ആണ്. അപ്പോൾ ഇവൻ്റെ പേരിലാണ് 1 hour എടുക്കുന്നത്. ഇതിൻ്റെ പരമാവധി പെർഫോമൻസ് ഇല്ല, ഇവൻ ഇനിയും കെടുക്കും. പക്ഷേ ആ സമയത്ത് ഇവനക്ക് ഒരു വിവരം പാസ് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നീച്ചതാണ്. പിന്നെ എൻ്റെ ഒരു കോളും വന്നു. അപ്പോൾ അതിൽ വീഡിയോ കട്ടായിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ ഒരു 1 hour സ്റ്റോപ്പ് ചെയ്തത്. ഇത് എത്ര മാസം കണ്ട പരിശീലനം? ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ 2 month ആയി നമ്മളിവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ജലനിരപ്പിൽ നിശ്ചലനായി കിടക്കുന്നതിനൊപ്പം 4 യോഗാസന രീതികൾ ചെയ്യാനും ഹനീന് സാധിക്കും. സ്വിമ്മിംഗ് പൂളിൽ മറ്റു കൂട്ടുകാരെല്ലാം നീന്തി തുടിക്കുമ്പോൾ നിശ്ചലനായി കിടന്ന് അവരിൽ നിന്ന് വ്യത്യസ്തനാവുകയായിരുന്നു ഹനീൻ. ഇത് നിസാർ അഹമ്മദ് ചൂണ്ടിക്കാണിച്ചതോടെ അത് പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമം ആരംഭിച്ചത്. ജസ്റ്റ് അവനൊരു വർക്കൗട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്വിമ്മിങ് പഠിപ്പിക്കാൻ കൊടുന്നതാക്കിയത്. പെട്ടെന്ന് തന്നെ സ്വിമ്മിങ് പഠിച്ചു. അതിനിടയ്ക്കാണ് മോനെ ഇങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പം അവരുടെ കോച്ചാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. പക്ഷേ അപ്പോഴും സെലക്ഷൻ കിട്ടിയപ്പോഴും ഒട്ടും പ്രതീക്ഷിച്ചില്ല മോനിങ്ങനെ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കിട്ടുന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഭയങ്കര സന്തോഷം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ, ഇങ്ങനൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. യാദൃശ്ചികമായിട്ട് തന്നെ പറയാം. പിന്നെ മാത്രമല്ല അതിൻ്റെ പിന്നിൽ എൻ്റെ മകളെ ഹാർഡ് വർക്കുണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് പിന്നെ സ്വയം വണ്ടി ഡ്രൈവ് ചെയ്യും. വണ്ടിയിൽ ഇവിടെ കൊടുക്കുന്ന എല്ലാ ദിവസവും എല്ലാ വർക്കിംഗ് ഡേയ്സിലും വൈകുന്നേരം വന്നിവിടെ കോച്ചിങ് കൊടുത്ത് എന്നിട്ട് വീണ്ടും വീട്ടിൽ പോയി മോൾ പഠിക്കുന്നുണ്ട്. മോൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് മക്കളെ ഇങ്ങനെയുള്ള കാര്യത്തിൽ പിന്നെ പരിശീലിപ്പിക്കാനും ട്രെയിനിങ് കൊടുക്കാനും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോച്ച് നിസാർ സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചതും ഇവനെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നതും. റെക്കോർഡ് നേട്ടത്തിന് ഹനീനെ തയ്യാറാക്കിയതിൽ നിസാർ അഹമ്മദിനുള്ള പങ്ക് സന്തോഷപൂർവ്വമാണ് വല്യുപ്പയും KMCC നേതാവുമായ തൂമ്പിൽ ഹംസക്കുട്ടി പങ്കിടുന്നത്. ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുടെ പരിശോധന. 1 മണിക്കൂറും 10 മിനിറ്റും നേരം ഹനീൻ വെള്ളത്തിനു മുകളിൽ നിശ്ചലനായി കിടന്നു. കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായി മിടുക്കൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എക്സാം റാങ്ക് ഹോൾഡറുമാണ്. UAE തലത്തിൽ 1ാം റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അനിയൻ മുഹമ്മദ് അനൂനും നീന്തൽ പരിശീലനം തേടുന്നുണ്ട്. സ്വന്തം റെക്കോർഡ് തിരുത്തി പുതിയ സമയം സ്വന്തമാക്കണമെന്നാണ് ഹനീൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂർ. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.